ശ്രീകുട്ടിയും എത്തുന്നു ഈശിലിണകൾ റൗണ്ടിൽ പെർഫോം ചെയ്യാനായി. സുഹൈലിന് കാസർഗോഡ് നിറയെ ഫാൻസ് ആയിരുന്നു കേട്ടു. അതെ, കുറച്ചൊക്കെ ഫാൻസ് ഉണ്ട്. ഒരുപാട് സപ്പോർട്ടാണ് എല്ലാരും. ഫ്ലെക്സ് ഒക്കെ വന്നോ സുഹേലിന്റെ ഫോട്ടോ ഒക്കെ വെച്ച്? അതെ അതെ വന്നു. ഓക്കെ, ഇപ്പൊ ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും മനസ്സിൽ തട്ടിയ ഫാൻ റിയാക്ഷൻ എന്താണ്? ആരുടെയാണ്? ആരുടെന്ന് വെച്ചാൽ എൻ്റെ നാട്ടുകാരുടെ തന്നെയാണ് ആദ്യം. പിന്നെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട്, തിരിച്ചറിയാറുണ്ട്. സപ്പോർട്ട് നല്ലോണം പാടണം, സോങ് സെലക്ഷൻ്റെ കാര്യത്തിലൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യാറുണ്ട്. ശ്രീകുട്ടി, സുഹേലിനെ പറ്റിയിട്ട് ആസ് എ സിംഗർ വാട്ട് ഡു യു സേ? എന്താ പറയുക, നല്ലൊരു സിംഗറാണ്. ഇതിനു മുൻപേ എനിക്ക് പാട്ട് അയച്ചു തരുമ്പോൾ തന്നെ ആള് പാടിയത് വരെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇതേ പാട്ട് എനിക്ക് അയച്ചു തരും. എന്നിട്ട് എന്നോടും ഇങ്ങോട്ടും, അതായത് ഞങ്ങളെ വിശ്വാസമില്ലാത്ത പോലെ ഇങ്ങോട്ടും പാടാൻ പറയും. എന്തായാലും നന്നായിട്ട് പാടുന്നുണ്ട്. എനിവേസ്, ശ്രീകുട്ടിയുടെ ഫുൾ സപ്പോർട്ടും സുഹേലിന് കാണും. സുഹേൽ, ഓൾ ദി ബെസ്റ്റ്. സ്വർണ്ണവർണ്ണ പട്ടുടുത്തോ, സ്വപ്നമെല്ലാം കോർത്തെടുത്തോ, സ്വർഗീയ തോപ്പിലെ റാണി, നിന്റെ സുൽത്താനിണങ്ങാറായി ബീവി. സ്വർണ്ണവർണ്ണ പട്ടുടുത്തോ, സ്വപ്നമെല്ലാം കോർത്തെടുത്തോ, സ്വർഗീയ തോപ്പിലെ റാണി, നിന്റെ സുൽത്താനിണങ്ങാറായി ബീവി. ഏഴെല്ലായിരം നിറമേഴും രാവിന്റെ എത്രയെത്ര തങ്കവർണ്ണം കീനാ കണ്ണില്. ഏഴെല്ലായിരം നിറമേഴും രാവിന്റെ എത്രയെത്ര തങ്കവർണ്ണം കീനാ കണ്ണില്. മിന്നും മിന്നാ മിന്നി പോലെ കള്ളി നിന്റെ കണ്ണുതുള്ളി, കസ്തൂരി മാവുകൾ പൂക്കും, ഇന്ന് കണ്ണാടി മാളിക തീർക്കും. സ്വർണ്ണവർണ്ണ പട്ടുടുത്തോ, സ്വപ്നമെല്ലാം കോർത്തെടുത്തോ, സ്വർഗീയ തോപ്പിലെ റാണി, നിന്റെ സുൽത്താനിണങ്ങാറായി ബേബി.
ലോകത്തിൽ സ്വപ്നത്തിൻ തേരേറി ഇന്നു നിന്നെ കൊണ്ടുപോകും അവൻ മുഞ്ചില്. ഈരേഴു ലോകത്തിൽ സ്വപ്നത്തിൻ തേരേറി ഇന്നു നിന്നെ കൊണ്ടുപോകും അവൻ മുഞ്ചില്. ചെത്തും പൊത്തും ലംഘിക്കത്തും മുത്തശ്ശകിൽ മിന്നു ചാർത്തും മനസ്സിൽ മയിൽ വിരിച്ചാടും കുയിൽ മധുര ശീലുകൾ പാടും. സ്വർണ്ണവർണ്ണ പട്ടുടുത്ത സ്വപ്നമെല്ലാം കോർത്തെടുത്ത സ്വർഗീയ തോപ്പിലെ റാണി നിന്റെ സുൽത്താനിലങ്ങാറായി ബേബി. സ്വർണ്ണവർണ്ണ പട്ടുടുത്ത സ്വപ്നമെല്ലാം കോർത്തെടുത്ത സ്വർഗീയ തോപ്പിലെ റാണി നിന്റെ സുൽത്താനിലങ്ങാറായി ബേബി. നിങ്ങളുടെ പെർഫോമൻസ് എന്ത് ക്യൂട്ട് പെർഫോമൻസ് ആണെന്നറിയോ. എനിക്ക് തോന്നുന്നു അതിൽ ഒരു 75% ശ്രീകുട്ടിയുടെ ക്യൂട്ട്നെസ്സിന് കൊടുക്കണം കേട്ടോ. താങ്ക് യു. പിന്നെ അതിന് കൂടുതൽ സുഹേലിന്റെ ആ സ്റ്റെപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേ ഇങ്ങനെ പോയ സ്റ്റെപ്പ് ശ്രീകുട്ടി ചേച്ചിയുടെ ഐഡിയ ആയിരുന്നു. ആണോ? ആഹാ, ശ്രീകുട്ടി ചേച്ചി ആള് കൊള്ളാമല്ലോ. ഓക്കെ, ശ്രീകുട്ടി ചേച്ചി എന്താണെങ്കിലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ഐഡിയാസിലും ക്യൂട്ട്നെസ്സിലും പാട്ടിലും എല്ലാം. ഇനി നമുക്ക് ജഡ്ജസിലേക്ക് പോകാം. സജിലാത്ത നന്നായി പാടി രണ്ടാളും. ശ്രീകുട്ടി എന്താ ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ അല്ലല്ലോ, പിന്നെ സുന്ദരിയായല്ലോ. എന്താണ് ഇതിന്റെ രഹസ്യം? എന്തായാലും സുഹേൽ കാസർഗോഡുകാരനാണ് അല്ലേ? കാസർഗോഡിലെ നാട്ടുകാരെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു വേറൊരു നാട്ടിലും അത്രയധികം സപ്പോർട്ട് ചെയ്യുന്നല്ലേ? ഭയങ്കര സപ്പോർട്ടാണ് കാസർഗോഡിലെ ആൾക്കാർ. അത് അറിയാം, ഞങ്ങൾക്ക് കൂടുതൽ അറിയാം, കാരണം നമ്മൾ എല്ലാ സ്ഥലത്തും ഷോസ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് കാസർഗോഡിലെ ഏതെങ്കിലും സിംഗേഴ്സിനെ ഭയങ്കരമായിട്ട് ആ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആ നാട്ടിൽ ജനിച്ചത് സുഹേലിൻ്റെ ഒരു ഭാഗ്യം. സുഹേൽ നന്നായിട്ട് പാടിയിട്ടുണ്ട്, നല്ല വോയിസ് ആണ്. ഒരു പ്രത്യേകത ഉണ്ട് ആ ഒരു വോയിസിന്, ഒരു സ്പെഷ്യലായിട്ട് തോന്നി എനിക്ക്, കൂടുതലൊന്നും കേൾക്കാത്ത തരത്തിലുള്ള ഒരു വോയിസ്. പിന്നെ പാടുന്നതിൽ എനിക്ക് സോങ് സെലക്ഷനോടൊരു, ആരാണ് സോങ് സെലക്ട് ചെയ്തത്? സുഹേലാണോ? സോങ് അതെ, ഞാൻ തന്നെ സെലക്ട് ചെയ്തത്. എനിക്ക് കുറച്ചുകൂടെ സുഹേൽ നല്ല ടാലൻറ്റഡ് ആണെന്ന് മനസ്സിലായി. പക്ഷെ ആ ഒരു ടാലൻസ് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പാട്ടല്ല എന്നൊരു അഭിപ്രായമുണ്ട് എനിക്ക്. കുറച്ച് അധികം ടഫും അല്ല, അധികം സിമ്പിളും അല്ല, എന്നാലും കുറച്ചുകൂടെ ഒരു സുഹേലിൻ്റെ കഴിവ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പാട്ട് സെലക്ട് ചെയ്യായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ അങ്ങ് പാടിപ്പോയി. കൂടുതൽ സുഹേലിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, കൂടുതലൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറയാം, ബിക്കോസ് ഈ ഒരു സോങ് സെലക്ഷൻ ആയതുകൊണ്ട്. എന്തായാലും നന്നായിട്ട് പാടിയിട്ടുണ്ട്. കൂടുതൽ കുറച്ചുകൂടെ ടാലൻസ് കൊണ്ടുവരാൻ പറ്റുന്ന സോങ് സെലക്ട് ചെയ്യുക, ആ ഒരു അഭിപ്രായമുള്ളൂ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്, ശ്രദ്ധിക്കുക കൂടുതൽ കേട്ടോ. താങ്ക് യു സജിലത്ത. അബുട്ടിക്ക. സുഹൈൽ, ശ്രീകുട്ടി, ഇത് ശ്രീകുട്ടനും സിന്ധുകുമാറും പാടിയ പാട്ടാണ്. മനസ്സിലായില്ലേ? നന്നായി പാടി രണ്ടുപേരും, നല്ല കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അനുപല്ലവിയിൽ വന്നു. കുറേ പറയാൻ മാത്രമൊന്നുമില്ല, ചെറുത് വളരെ ഈസി ആയിട്ടുള്ളൊരു പാട്ടാണ്, നല്ല ഫാസ്റ്റാണ് സോങ്. ഇതിലേറ്റവും ഇത് MG ശ്രീകുമാറും സിന്ധു കൂടി പാടിയതല്ലേ. കണ്ണൂർ നൗഷാദാണ് ഇതിൻ്റെ മ്യൂസിക്. പക്ഷേ ഓർക്കസ്ട്രേഷൻ ആരാ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ഗംഭീരമായിരുന്നു. അത് നമ്മളെ ഓർക്കസ്ട്ര ടീം ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിരുന്നു. അല്ല, പാട്ടും തമ്മിൽ എന്തോ ഒരു വല്ലാത്തൊരു വ്യത്യാസം വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചത്. അതാ നമ്മളെ ഗിറ്റാറിസ്റ്റ് വിജയൻ തലകുലുക്കുന്നുണ്ട്, അത് സമ്മതിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണത്. റൂട്ട് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഓർക്കസ്ട്രേഷൻ. നല്ല എല്ലാവർക്കും നല്ല ജോലിയുണ്ട് ഇതിൽ. നമ്മളെ ഫ്ലൂട്ട് വായിക്കുന്ന വരുന്നുണ്ട്, കമറുനുണ്ട്,
നമ്മുടെ ബിജുവിനുണ്ട്, വിജയന് മറ്റേ എല്ലാവർക്കും, ഡോണുണ്ട്, നമ്മളെ പൊന്നിനുണ്ട്, ബാബുവിന്, എല്ലാവർക്കും പണിയുണ്ട്. ഇതിൽ ഒരു പ്രത്യേക റൂട്ടിലാണ് എൻ്റെ ഓർക്കസ്ട്രേഷൻ പോകുന്നത്. അത് ഞാൻ വളരെ ശ്രദ്ധിച്ചത്. മോന് എത്ര വയസ്സായി ഇപ്പോൾ? ഇപ്പോൾ 20. ഇനിയും ശബ്ദം ഇനിയും മാറണം, കുറച്ചും കൂടി ശബ്ദം ഒന്നുകൂടി ഒരു വ്യത്യാസം വരാം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, രാവിലെ നന്നായിട്ട് സാധകം ചെയ്യുക, പാടിക്കൊണ്ട് തന്നെ ഇരിക്കുക. അത് പാടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ആവശ്യം വരുമ്പോൾ മാത്രം പ്രാക്ടീസ് ചെയ്യുക, പാടുക. അതാണോ? സത്യം പറയണം കേട്ടോ. അല്ല, പാടാറുണ്ട്. എങ്ങനെ പ്രോഗ്രാമിന് പോകുമ്പോൾ പാടുന്നു? പ്രോഗ്രാം കുറവാണ്. പക്ഷെ ഇപ്പം എന്താ ചെയ്യുന്നത്? പഠിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ BCom പഠിക്കുന്നു, 3rd year. കോളേജ് യൂണിവേഴ്സിറ്റി മത്സരത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അസീസ് തൈനേരിയുടെ സ്റ്റുഡിയോയിൽ പാടുന്നുണ്ട്. ഇപ്പോൾ പാടുന്നുണ്ട് അല്ലേ? അത് പോരാ, താരാട്ട് പാട്ടും മറ്റതും പാടിയാൽ പോരാ. മര്യാദയ്ക്കുള്ള നല്ല ക്ലാസിക്കലായിട്ടുള്ള പാട്ടുകൾ തന്നെ പാടണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അബൂട്ടി മാഷേ. മൂസക്ക, കാസർകോട്ടുകാർ ഈ കഴിഞ്ഞ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ മാപ്പിളപ്പാട്ടിനെ ഇത്ര പ്രോത്സാഹിപ്പിച്ച ഒരു നാട്ടുകാർ, പാട്ടുകാരി അവരെ ശരി. മൊഗ്രാം എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. ഈ മൊഗ്രാമിൽ ഇനി ജനിച്ചു വളർന്ന കുട്ടികൾ പോലും മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധമുള്ള കുട്ടികളെ ജനിക്കുള്ളൂ. അങ്ങനെയാണ് ആ നാടിൻ്റെ ഒരവസ്ഥ. ശരിക്കും പറയുക ഈ കാസർഗോഡ്, അധികവും കാസർഗോഡ് കണ്ണൂർ ജില്ലയിലുള്ള ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അവർ ഇത്രയും വലിയ കലാകാരന്മാരായ ഒന്ന് അവിടെ ഈ കാസർഗോഡ് ജില്ലയിലുണ്ടാകും. എന്നുവെച്ചാൽ അവർക്ക് ഒഴിച്ചുകൂടാത്ത പല സംഭവങ്ങളുണ്ട്. കല്യാണത്തിന് മാപ്പിളപ്പാട്ട് അവർ വിചാരിക്കുന്ന പാട്ടുകാരെ കിട്ടില്ല, കല്യാണത്തിനെ മാറ്റി കളി വരും. കാതുകുത്തിരി കല്യാണം പോലെ എല്ലാ സംഗതികൾക്കും ഈ പാട്ടില്ലാത്തൊരു കല്യാണം, ഒരാഘോഷം അവിടെ നടക്കില്ല. അത്ര എല്ലാ ആളെയും പ്രോത്സാഹിപ്പിക്കുന്ന അതുകൂടാണ്ട് മാപ്പിളപ്പാട്ടം നിലനിർത്തിയത് നാട്ടുകാർ. അവരാ ഞാൻ തീർത്തും പറയും. എന്താ വെച്ചാൽ എനിക്ക് അത്രയും ബന്ധങ്ങൾ എനിക്ക് അതിനെപ്പറ്റി അറിയാം. അതുകൊണ്ട് ഞാൻ ആരെയും ഒരു നാടിനെയും തരം താത്തി പറയുന്നതല്ല, ചെറുതാക്കി പറയുന്നതല്ല. കാസർഗോഡ് കിട്ടുന്ന അത്രയും പ്രോഗ്രാമുകൾ ഒരു പാട്ടുകാർക്കും ഒരു ആർട്ടിസ്റ്റിനും എവിടെയും കിട്ടൂല. അതാണ് കാസർഗോഡ്. അതുകൊണ്ട് കാസർഗോട്ടുകാരനായതുകൊണ്ട് ഈ ഒരു അങ്ങനെ അതുകൊണ്ട് ഇനി പാട്ടുകാരനായതെന്നല്ല പറയുന്നത്. പാട്ടുകാരനാണെങ്കിൽ നല്ല ശബ്ദമുണ്ട്, നല്ല കഴിവുണ്ട്, പിന്നെ പ്രായവും ചെറുതാണ്. വളരെ ഗംഭീരമായിട്ട് പാട്ട് ഇനി പഠിക്കാൻ ശ്രമിക്കണം. ഇതേപോലത്തെ പാട്ട് മാത്രം പോരാ, ഞാൻ നേരത്തെ എല്ലാവരും പറയുന്നതാണ്, തനിമയാർന്ന മാപ്പിളപ്പാട്ടുകളും കൂടിയെടുത്ത് പഠിച്ചിട്ട് പാടിയിട്ട് മാപ്പിളപ്പാട്ടിൻ്റെ ആ മാപ്പിള കലാശാഖന നിലനിർത്താൻ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ശ്രമിക്കണം. നിങ്ങൾക്കേ അത് എനിക്കഴിയുള്ളൂ. നന്നായി പാടി, വളരെ ഗംഭീരമായി. താങ്ക് യു മൂസക്ക. ഇനി നമുക്ക് സുഹൈലിന്റെ മാർക്സിലേക്ക് പോകാം. സജ്ലത. സുഹൈലിന് 16. അബൂട്ടിക്ക 40-ൽ 35. മൂസക്ക? ഞാനും 40-35. സുഹൈലിന്റെ ടോട്ടൽ മാർക്സ് 86 ഔട്ട് ഓഫ് 100. സുഹൈൽ ഹാപ്പിയാണോ? ഹാപ്പിയാണെന്ന് പറയാം. അതിലൊരു ഇത്തിരി ഹാപ്പിനെസിന്റെ കുറവുണ്ട്. പക്ഷെ സാരമില്ല, ഒരു ഗിഫ്റ്റ് തന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹാപ്പി ആക്കും. സുഹൈലിന്റെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് AGL Tiles World, മാവൂർ റോഡ്, കാലിക്കറ്റ്. Hello YouTube, my name is Lakshmi Menon. Welcome to my channel. So FB-ൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. So let's begin the tour. Samagra Sambhavana Award 2014 and the winner is Ahmed Siddiqui for various films. കൈവച്ച എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വളരെ മോശമാക്കിയ ഒരാളാണ് കഴിഞ്ഞ വർഷം അഹമ്മദ് സിദ്ദിഖി അഥവാ ഗോഡ് സ്പീഡ്.